നരകത്തെ വിശ്വാസമില്ലാത്ത അല്ലെങ്കിൽ നരകത്തെ നിഷേധിക്കുന്ന ഒരാൾ വിവാഹം കഴിച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അയാളുടെ കൂട്ടുകാർ അദ്ദേഹത്തോട് ചോദിച്ചു, എങ്ങനെയുണ്ട് ജീവിതമൊക്കെ? അപ്പോൾ ആ മനുഷ്യൻ നൽകിയ മറുപടി, ഇപ്പൊ എനിക്ക് നരകമുണ്ട് എന്ന് മനസ്സിലായി എന്നായിരുന്നു. ഇപ്പൊ എനിക്ക് നരകമുണ്ട് എന്ന് മനസ്സിലായി. അപ്പൊ നരകത്തെ നിഷേധിക്കുന്ന ആളുകൾ ലോകത്ത് ഒരുപാടുണ്ട്. ആ നരകത്തെ നിഷേധിക്കുന്ന ആളുകൾ പിന്നീട് നരകത്തെ നേരിൽ കാണുമ്പോൾ അവരുടെ മുമ്പിലേക്ക് നരകം വലിച്ചു കൊണ്ടുവരപ്പെടുമ്പോൾ അവർക്ക് ബോധ്യമാകും, ഞാൻ നിഷേധിച്ച നരകം യാഥാർത്ഥ്യമായിരുന്നു എന്ന്. ആ സമയത്ത് വിലപിച്ചിട്ടോ പശ്ചാത്തപിച്ചിട്ടോ പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഉണ്ടാവുകയില്ല. അതേസമയം വിശ്വാസികളായ ആളുകൾ ദുനിയാവിൽ അവർ കണ്ണുകൊണ്ട് കാണാത്ത നരകം വിശ്വസ്തരായ പ്രവാചകന്മാരുടെ നാവുകളിലൂടെ പറയപ്പെടുമ്പോൾ ആ പ്രവാചകന്മാരിൽ വിശ്വാസമുള്ളതുകൊണ്ട് അവർ കണ്ണുകൊണ്ട് കാണാത്ത നരകത്തെ ദുനിയാവിൽ തന്നെ വിശ്വസിക്കുകയും ആ നരകമുണ്ട് എന്ന യാഥാർത്ഥ്യത്തെ അംഗീകരിക്കുകയും ചെയ്യുന്നവരാണ്. അങ്ങനെ ദുനിയാവിൽ വെച്ച് തന്നെ നരകമുണ്ട് എന്ന യാഥാർത്ഥ്യത്തെ അംഗീകരിച്ചുകൊണ്ട് ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പരിശ്രമിക്കുകയും പരിപാടികൾ ആസൂത്രണം ചെയ്യുകയും ചെയ്യുന്നവരാണ് വിശ്വാസികൾ. ആ വിശ്വാസികളുടെ ഏറ്റവും വലിയ മോചനത്തിന്റെ ദിവസങ്ങളാണ് റമദാനിലെ അവസാനത്തെ 10 ദിവസങ്ങൾ. നരകമോചനത്തിന് വേണ്ടി പ്രത്യേകമായ പ്രാർത്ഥന തന്നെ പഠിപ്പിക്കപ്പെട്ടു. അല്ലാഹുമ്മ അഅ്തിഖ്നാ മിനന്നാർ വഅദ്ഖിൽനൽ ജന്നത യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവേ, എന്നെ നരകത്തിൽ നിന്ന് മോചിപ്പിച്ച് എന്നെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കണമേ. അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി യാ കരീം. അല്ലാഹുവേ, നീ മാപ്പ് ചെയ്യുന്നവനാണ്, നീ മാപ്പ് ചെയ്യുന്നതിന് ഇഷ്ടപ്പെടുന്നവനാണ്, നീ എനിക്ക് മാപ്പ് ചെയ്തു തരണമേ. സഞ്ജു സാംസൺ കഴിഞ്ഞ മത്സരത്തിൽ നല്ല പോരാട്ടമാണ് കാഴ്ചവെച്ചത്. പക്ഷെ അടുത്ത മത്സരത്തിലെങ്ങാനും അദ്ദേഹത്തിന് ഇതേ പോരാട്ടം കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ചിലപ്പോൾ ഉത്തരവാദിത്തപ്പെട്ടവർ അദ്ദേഹത്തിന് മാപ്പ് കൊടുക്കണമെന്നില്ല, ടീമിന്റെ വെളിയിൽ ഇരിക്കേണ്ടി വരും. പക്ഷെ അള്ളാഹു അങ്ങനെയല്ല. എത്ര അബദ്ധങ്ങൾ, എത്ര പരാജയങ്ങൾ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ആവർത്തിക്കപ്പെട്ടാലും അള്ളാഹു മാപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും. അത് അള്ളാഹുവിന്റെ പ്രകൃതമാണ്. അപ്പൊ ഈ രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ വീഴ്ചകളെല്ലാം അള്ളാഹുവിനോട് ഏറ്റുപറഞ്ഞുകൊണ്ട് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയാണ് കൂടുതലായി ഇനിയുള്ള ദിവസങ്ങളിൽ നാം അന്വേഷിക്കേണ്ടത്. അല്ലാഹു തആല പറഞ്ഞു, ഫമൻ സുഹസിഹ അനിന്നാർ വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. ആരാണോ നരകത്തിൽ നിന്ന് അകറ്റപ്പെട്ട് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്നത് അവൻ വിജയിച്ചിരിക്കുകയാണ്. ഏറ്റവും വലിയ വിജയം എന്നുള്ളത് നരകത്തിൽ നിന്ന് അകറ്റപ്പെട്ട് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടലാണ് ഏറ്റവും വലിയ വിജയം. അതായത് അള്ളാഹുവിന്റെ ജന്നത്തിൽ ഒരിടം കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും മഹത്തരമായ വിജയം എന്നുള്ളത്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ സഹാബത്തിനോട് പറഞ്ഞു, സഹാബത്തെ ലമൗളിഉ സൗത്തി അഹദികും ഫിൽ ജന്ന. നിങ്ങൾ നിങ്ങളുടെ ചാട്ടവാറ് വെക്കുന്ന സ്ഥലം, ദുനിയാവിൽ സ്വർഗത്തിൽ നിങ്ങളുടെ ചാട്ടവാറ് വെക്കാൻ എത്ര സ്ഥലം നിങ്ങൾക്ക് ആവശ്യമാണോ അത്രയും സ്ഥലം ഖൈറും മിനദ് ദുനിയ വമാ ഫീഹാ. ഈ ദുനിയാവും ഈ ദുനിയാവിലുള്ള മുഴുവൻ വസ്തുക്കളെക്കാളും ഉത്തമമാണ്. ഒരു ചാട്ടവാറ് വെക്കാൻ അല്ലെങ്കിൽ ഒരു വടി വെക്കാൻ എത്ര സ്ഥലം ആവശ്യമായി വരും? അത്രയും നിസാരമായ സ്ഥലം, അതിന്റെ മൂല്യം എന്നുള്ളത് ഈ ദുനിയാവിനേക്കാളും ദുനിയാവിലുള്ള മുഴുവൻ വസ്തുക്കളെക്കാളും മൂല്യമുള്ളതാണ് നാളെ സ്വർഗത്തിൽ ഒരു വടി വെക്കാനുള്ള സ്ഥലം.
നമുക്ക് പലപ്പോഴും സ്വർഗത്തിനോട് താല്പര്യം തോന്നാത്തത് സ്വർഗത്തിന്റെ വിശാല വിസ്തൃതി എത്രയാണെന്ന് അറിയാത്തത് കൊണ്ട്. സ്വർഗം എന്താണെന്ന് നമുക്കറിയില്ല. അതുകൊണ്ടാണ് കിട്ടിയാ കിട്ടട്ടെ, പോയാ പോകട്ടെ എന്നൊരു സമീപനം സ്വർഗത്തിന്റെ വിഷയത്തിൽ നമുക്കുള്ളത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വർഗത്തിന്റെ വലിപ്പം നമുക്ക് മനസ്സിലാവാൻ വേണ്ടി പ്രവാചകൻ പറഞ്ഞ ഒരു ഹദീസാണ്, സ്വർഗത്തിൽ നിങ്ങളുടെ വടിവെക്കാനുള്ള സ്ഥലം എത്രയാണോ അത്രയും ആ നിസ്സാരമായ ഇടം നോക്കിയാൽ അത് ദുനിയാവിനേക്കാളും ദുനിയാവിലുള്ള മുഴുവൻ വസ്തുക്കളെക്കാളും വലുതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സ്വർഗവാസികളെല്ലാം സ്വർഗത്തിലേക്ക് പറഞ്ഞു വിട്ടതിന് ശേഷം അവസാനം സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ഒരാൾ വരും. അയാളാണ് സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ഒടുക്കത്തെ ആൾ, അവസാനത്തെ ആൾ. അയാള് ഏറ്റവും സാധാരണക്കാരനാണ്. അയാള് കടന്നു വരുമ്പോ അല്ലാഹു തആല പറയും, നീ കേറിക്കോളൂ, നിനക്കുള്ള സ്വർഗം റെഡിയാണ്. അയാൾ ആ സ്വർഗത്തിന്റെ വാതിലിലൂടെ ഉള്ളിലേക്കൊന്ന് എത്തി നോക്കുമ്പോൾ ഫഖദ് നസലു മൻസിലഹും, എല്ലാവരും അവരവരുടെ സീറ്റ് കൈയടക്കിയിരിക്കുന്നു. സ്വർഗത്തിൽ ഇനി ഇടമില്ല. അയാൾ ചോദിക്കും, പടച്ചവനെ, സ്വർഗത്തിൽ ഇനി സ്ഥലമില്ലല്ലോ, എല്ലാവരും സ്വർഗത്തിൽ കയറിയിരുന്നു, ഞാനിനി എവിടെ ഇരിക്കും? അപ്പോൾ ആ സാധാരണക്കാരനായ ആ മനുഷ്യനോട് അല്ലാഹു പറയും, നിനക്കിഷ്ടമില്ലേ ഈ ഭൂമിയും ഈ ഭൂമിയുടെ വലിപ്പമുള്ള 10 ഇരട്ടി ഭൂമിയുടെയും വലിപ്പത്തിൽ സ്വർഗം ഞാൻ നിനക്ക് തരുന്നത് നിനക്കിഷ്ടമില്ലേ? ആരോടാണ് ചോദിക്കുന്നത്? സ്വർഗത്തിൽ അവസാനം പ്രവേശിക്കുന്ന ഏറ്റവും ലോക്കലായ മനുഷ്യനോട് അല്ലാഹു പറയും, നിനക്ക് കിട്ടാൻ പോകുന്ന സ്വർഗം ഈ ഭൂമിയുടെ വലിപ്പമുള്ള സ്വർഗമാണ്. മാത്രവുമല്ല, ഈ ഭൂമിയുടെ 10 ഇരട്ടി വലിപ്പമുള്ള വേറെയും സ്വർഗം നിനക്ക് വേണ്ടി ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പൊ ഏറ്റവും നിസ്സാരക്കാരനായ വ്യക്തിക്ക് കിട്ടുന്ന സ്വർഗത്തിന്റെ വലിപ്പം എത്രയാണ്? ഈ ഭൂമിയും അതിനേക്കാൾ 10 ഇരട്ടി വലിപ്പമുള്ള ഭൂമി വെച്ചാൽ ആ പ്രപഞ്ചം എത്ര വലിപ്പമുണ്ടോ അത്രയും വലിപ്പമുള്ള സ്വർഗമാണ് കിട്ടുന്നത്. ഈ ദുനിയാവിലെ ഏറ്റവും വലിയ കോടീശ്വരനാണ് ഇലോൺ മസ്ക്. നമുക്കറിയാം, ട്വിറ്റർ എന്ന് പറയുന്ന സാമൂഹിക പ്ലാറ്റ്ഫോമിന്റെ മുതലാണ്. ഇപ്പോൾ അത് എക്സ് എന്ന പേരിലാണ് പ്രവർത്തിക്കുന്നത്. ആ ഇലോൺ മസ്ക് എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും വലിയ കോടീശ്വരൻ, അദ്ദേഹത്തിന്റെ സമ്പത്തിന്റെ അളവ് 25 ലക്ഷം കോടിയാണ്. 25 കോടിയല്ല, 25 ലക്ഷമല്ല, 25 ലക്ഷം കോടി. 25 ലക്ഷം കോടി എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒരു ദിവസം ഒരാൾ 1 കോടി രൂപ വീതം ചെലവാക്കിയാൽ, ഒരു ദിവസം ഒരാൾ 1 കോടി രൂപ വീതം ചെലവാക്കിയാൽ 6800 വർഷങ്ങൾ വേണ്ടിവരും 25 ലക്ഷം കോടി രൂപ ചെലവാക്കാൻ. 6800 വർഷം എന്ന് പറഞ്ഞാൽ എത്രയോ മനുഷ്യന്റെ ആയുസ് കടന്നുപോകും, എത്രയോ തലമുറ കഴിയണം. അല്പം കൂടി ലളിതമാകുന്ന ഉദാഹരണം, ആ 25 ലക്ഷം കോടി രൂപയെ 500 രൂപയാക്കി അതൊരു പാലം പോലെ വെച്ചാൽ ഭൂമിയിൽ നിന്ന് ചൊവ്വയിലേക്ക് ഒരു പാലം പണിയാൻ മാത്രം വലിപ്പത്തിൽ അത്രയും നീളമുണ്ടാകുമെന്നാണ് ഈ പൈസയെ കുറിച്ച് സാധാരണ പറയുക. ചന്ദ്രനിലേക്ക്, ചൊവ്വയിലേക്കല്ല, ചന്ദ്രനിലേക്ക് ഭൂമിയിൽ നിന്നൊരു പാലം പണിയാൻ മാത്രം നീളമുണ്ടാകും ഈ പൈസ. അതായത് ഭൂമിയെ പലതവണ ചുറ്റി വരിയാൻ മാത്രം വലിപ്പമുണ്ട് 25 ലക്ഷം കോടി എന്നാൽ. ആ മനുഷ്യൻ ഈ ദുനിയാവിലെ ഏറ്റവും വലിയ കോടീശ്വരനായ മനുഷ്യന്റെ കയ്യിലുള്ള സമ്പത്ത്, ആ സമ്പത്ത് ഇത്രയും ഉണ്ടെങ്കിൽ പോലും അയാൾക്ക് സ്വന്തമായിട്ടൊരു രാജ്യമില്ല. രാജ്യം നിയന്ത്രിക്കുന്നുണ്ട്, പക്ഷെ സ്വന്തമായിട്ടൊരു രാജ്യമില്ല, സ്വന്തമായിട്ട് ഒരു എണ്ണപ്പാടമില്ല, സ്വന്തമായിട്ടൊരു സമുദ്രമില്ല, സ്വന്തമായിട്ടൊരു വനമേഖലയില്ല. ഇതൊന്നുമില്ലാത്ത ഒരു മനുഷ്യനെയാണ് ദുനിയാവിൽ നാം കോടീശ്വരൻ എന്ന് പറയുക. അല്ലാഹു തആല പറഞ്ഞു, ഇലോൺ മസ്കിന് സ്വന്തമായിട്ട് വനമേഖലയില്ല എങ്കിൽ, ആ മനുഷ്യന് സ്വന്തമായിട്ട് എണ്ണപ്പാടങ്ങളില്ല എങ്കിൽ, സ്വന്തമായിട്ട് സമുദ്രങ്ങളില്ല എങ്കിൽ, സ്വന്തമായിട്ട് രാജ്യമില്ല എങ്കിൽ, ഇതെല്ലാം കൂടിച്ചേരുന്ന ദുനിയാവ്, ആ ദുനിയാവിന്റെ 10 ഇരട്ടി വലിപ്പമുള്ള വേറെയും ഒരുപാട് ദുനിയാവുകൾ.
ഇതാണ് സ്വർഗത്തിൽ അവസാനമായി പ്രവേശിക്കുന്ന ഒരു വിശ്വാസിക്ക് അള്ളാഹു തയ്യാറാക്കി വയ്ക്കും. അപ്പൊ നമ്മൾ മനസ്സിലാക്കിയതിനേക്കാളും എത്രയോ വലിപ്പമാണ് അള്ളാഹു നമുക്ക് വേണ്ടി സംവിധാനിച്ചു വെച്ചിരിക്കുന്ന ദുനിയാവ്. അതുകൊണ്ട് നബി തങ്ങൾ പറഞ്ഞു, ആരെങ്കിലും നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിൽ എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്നെങ്കിൽ രണ്ട് കാര്യം ചെയ്തു കൊള്ളട്ടെ. മൻ അഹബ്ബ അയ്യുസഹ്സിഹ അനിന്നാർ വഅയ്യദ്ഖുലൽ ജന്ന ഫൽതുദ്രികുഹു മനിയതുഹു വഹുവ യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ. ഒന്നാമത് ചെയ്യേണ്ട കാര്യം മരിക്കുമ്പോൾ മുഅ്മിനായി മരിക്കുക എന്നുള്ളതാണ്. നരകത്തിൽ നിന്ന് അകറ്റപ്പെട്ട് സ്വർഗത്തിൽ പ്രവേശിക്കാൻ ഒന്നാമത് വേണ്ടത് മരിക്കുമ്പോൾ മുഅ്മിനായിട്ട് മരിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് സംശയം, നമ്മളല്ലല്ലോ നമ്മുടെ മരണം തീരുമാനിക്കുന്നത്, പിന്നെ എങ്ങനെയാണ് നമുക്ക് നമ്മുടെ കഴിവ് കൊണ്ട് മുഅ്മിനായിട്ട് എങ്ങനെ മരിക്കാം? പ്രവാചകനോട് സഹാബാക്കൾ ഈ സംശയം ചോദിച്ചപ്പോ നബി തങ്ങൾ പറഞ്ഞു, സഹാബത്തെ, മുഅ്മിനായി മരിക്കാനുള്ള ഒരു വഴി മുഅ്മിനായി ജീവിക്കുക എന്നുള്ളതാണ്. മുസ്ലിമായി ജീവിച്ചാൽ, ഒരാൾ ലോട്ടറി വിൽക്കുന്ന ആളാണെങ്കിൽ അയാൾ മരണസമയത്തും എന്ത് ചെയ്യും? ലോട്ടറി 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. കാരണം ജീവിതകാലം മുഴുവനും അയാൾ പറഞ്ഞത് അതാണ്. കണ്ടക്ടർ ആണെങ്കിൽ എന്ത് ചെയ്യും? മരണസമയത്ത് ടിക്കറ്റ് 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. മുഅ്മിനായ ഒരു മനുഷ്യനാണെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആവർത്തിച്ച് 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 ഉരുവിട്ട ഒരു മനുഷ്യനാണെങ്കിൽ മരണസമയത്തും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പൊ നരകത്തിൽ നിന്ന് അകറ്റപ്പെട്ട് സ്വർഗത്തിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അയാൾ മരിക്കുമ്പോൾ മുഅ്മിനായി മരിക്കട്ടെ. ഒന്ന്. രണ്ടാമത് നബി തങ്ങൾ പറഞ്ഞു, വൽയഅതി ലന്നാസ് മാ യുഹിബ്ബു അയ്യുഅതാ ഇലൈ. ജനങ്ങൾ നിങ്ങളോട് എങ്ങനെയാണോ പെരുമാറാൻ ആഗ്രഹിക്കുന്നത് അതുപോലെ നിങ്ങൾ ജനങ്ങളോടും പെരുമാറുക. ആളുകൾ നമ്മളോട് എങ്ങനെയാണോ പെരുമാറാൻ ആഗ്രഹിക്കുന്നത് അതുപോലെ നമ്മൾ മറ്റുള്ളവരോടും പെരുമാറുക. പ്രത്യേകിച്ച് അയൽവാസികളായ ആളുകളോട്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹുവിന്റെ അയൽവാസി ഒരു ജൂതനായിരുന്നു. അപ്പൊ ആ ജൂതനായ അയൽവാസി തന്റെ വീട് വിൽപ്പനയ്ക്ക് വേണ്ടി വെച്ചു. ഒരുപാട് ആളുകൾ വീട് വന്നു കണ്ടു. അവരോട് ഈ ജൂതനായ മനുഷ്യൻ ആ വീടിന്റെ വില പറഞ്ഞത് 50 ദീനാറാണ്. 50 ദീനാർ. അപ്പൊ വന്ന ആളുകളൊക്കെ പറഞ്ഞു, ഈ വീടിന് 50 ദീനാർ വിലയില്ലല്ലോ, 20 ദീനാറല്ലേ വിലയുള്ളൂ, പിന്നെ നിങ്ങൾ എന്തുകൊണ്ടാണ് 50 ദീനാർ വില പറഞ്ഞത്? അപ്പോൾ ആ ജൂതനായ മനുഷ്യൻ പറഞ്ഞു, വീടിന്റെ വില 20 ദീനാറാണെങ്കിൽ എനിക്കൊരു അയൽവാസിയുണ്ട്, അയാളുടെ പേര് മുസ്ലിമായ ഇബ്നു മുബാറക് എന്നാണ്, ആ മനുഷ്യന്റെ വിലയാണ് 30 ദീനാർ. അങ്ങനെ ഒരു അയൽവാസിയെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് പൈസ തരണം. നമ്മളെ കുറിച്ച് നമ്മുടെ അയൽവാസികൾ എങ്ങനെയാണ് പറയുക? അതുകൊണ്ട് ജനങ്ങൾ നമ്മോട് ഏത് രീതിയിൽ പെരുമാറാൻ ആഗ്രഹിക്കുന്നോ അതുപോലെ നാമും ആളുകളോട് പെരുമാറുക. ഈ രണ്ട് വഴികളിലൂടെ നരകത്തിൽ നിന്ന് അകറ്റപ്പെട്ട് സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗപ്രവേശം കിട്ടിയ വിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സുബ്ഹാനല്ലാഹി വ ബിഹംദിഹി സുബ്ഹാനക്കല്ലാഹുമ്മ വ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക.